നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മൾ അന്ന് അനുഭവിച്ചറിയാൻ വേണ്ടി പോവാണ്. നിങ്ങളിന്ന് കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലെല്ലാം നൂറുമേനി ഫലം ചൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തൊക്കെ അസ്വസ്ഥതകളോ സങ്കടങ്ങളോ വേദനകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നമ്മൾ ഈശോയുടെ വചനം കേൾക്കുമ്പോൾ അതെല്ലാം മാറട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. വലതുവർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പഴയ നിയമത്തിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 60-ാമത്തെ അധ്യായം എടുക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 60-ാമത്തെ അധ്യായം, ഐസയാ ചാപ്റ്റർ 60 പെട്ടെന്ന് എടുക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം അതിൻ്റെ 19, 20, 21 വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ ഈ ദിവസത്തെ വചന ശുശ്രൂഷയ്ക്ക് ഈശോ തന്ന ആദ്യത്തെ വചനം അതാണ്. ഏശയ്യാ 60 അതിൻ്റെ 19, 20 വാക്യങ്ങൾ. ബൈബിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മിടുക്കരാണ് നിങ്ങൾ. ഒരുമിച്ച് വായിക്കാം. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കില്ല. പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും. നിന്റെ നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും, നിന്റെ മഹത്വം. 20-ാം വാക്യം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതായിരിക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വലിയ ബോധ്യമായിട്ട് ഇന്ന് നിങ്ങൾ എന്തവസ്ഥയിലൂടെയാണോ പ്രിയപ്പെട്ട സൗരങ്ങളെ കടന്നു പോകുന്നത്, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം 100 മേനിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഫലം ചൂടട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം. ഇങ്ങോട്ട് വന്നത് ഒരു ഇരുട്ടിലായിരിക്കും, ഇന്ന് കടന്നു പോകുന്നത് ഈ വചനം കേൾക്കുന്ന ഒരു ദിവസം വല്ലാത്ത സങ്കടത്തിലൂടെയോ ഒരു ഇരുട്ടിലൂടെയോ ഇനി മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ലാത്ത ഒരു സിറ്റുവേഷനിലാണെങ്കിൽ, ഒരു കണ്ണീരിലൂടെയാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈശോ ഒരു വാഗ്ദാനം വചനത്തോട് തരികയായിരിക്കും. ഞാനാണ് നിങ്ങളുടെ നിത്യമായ പ്രകാശം. നിങ്ങൾക്ക് വെളിച്ചം തരാൻ ആൾക്കാരില്ല, നിങ്ങളെ വഴി നടത്താൻ ആളുകളില്ല, നിങ്ങൾ വല്ലാത്തൊരു ഇരുട്ടിൽ പെട്ടുകിടക്കാണ്. ഉറക്കെ പറഞ്ഞോളാം, കർത്താവാണ് എൻ്റെ നിത്യമായ പ്രകാശം. വലതുവരത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വചനം ഒന്ന് ഒരുമിച്ച് ഒരിക്കൽ കൂടി വായിച്ചേ. 19, 20. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കില്ല. പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും. നിന്റെ നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും, നിന്റെ മഹത്വം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വിലാപമൊക്കെ ഉണ്ടോ? ആ വിലാപ ദിനങ്ങളെല്ലാം അവസാനിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വലതുകരം നെഞ്ചോട് ചേർത്ത് പിടി. 20-ാമത്തെ വാക്യം ഒരു പ്രാർത്ഥനയോടെ ഏറ്റു ചൊല്ലണം. എൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല. ഉറക്കെ പറഞ്ഞേ, എൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല. ധാരാ സൂര്യൻ? ഈശോ തന്നെ. അടുത്ത വാക്യം ഏറ്റു പറയണം. എൻ്റെ ചന്ദ്രൻ മറയുകയില്ല. എന്ന് വെച്ചാൽ പകലും രാത്രിയും ഞാൻ വഴി തെറ്റത്തില്ല, ഞാൻ സങ്കടപ്പെടത്തില്ല, ഞാൻ ഇരുട്ടിലായി പോകില്ല. ആരാണ് എനിക്ക് പ്രകാശമായിട്ട് നിൽക്കുന്നത്? പകൽ എൻ്റെ സൂര്യനായ എൻ്റെ ഈശോ, രാത്രി ചന്ദ്രനായ എൻ്റെ ഈശോ എനിക്ക് പ്രകാശമായിരിക്കും. അടുത്ത വാക്യം ഇങ്ങനെയാണ്, കർത്താവ് എൻ്റെ നിത്യപ്രകാശമായിരിക്കും. ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, എൻ്റെ അവസാന ശ്വാസം വരെ എനിക്ക് വെളിച്ചമായിട്ട് എൻ്റെ കർത്താവ് ഉണ്ടായിരിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ, കർത്താവ് എൻ്റെ നിത്യപ്രകാശമായിരിക്കും. അടുത്തതൊരു പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഏറ്റു പറയണം, എൻ്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കയ്യിൽ നിന്ന് പിടിച്ചിട്ട് പറ, നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. പറഞ്ഞേ, നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. എന്ന് വെച്ചാൽ ഈ കണ്ണുനീരെല്ലാം മാറും, ഈ സങ്കടങ്ങളൊക്കെ, ഈ ടെൻഷൻ, ഈ ഭയം, ഇരുട്ടെല്ലാം മാറും. ആര് മാറ്റും? അച്ഛൻ മാറ്റും. ആണോ? അല്ല, ആര് മാറ്റും? കർത്താവ് മാറ്റും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കേട്ടാൽ മാത്രം വെറുതെ ബൈബിളിൽ നിന്ന് ഒരു ഏതോ ഒരു കടലാസിൽ നിന്ന്, വെള്ളക്കടലാസിൽ കറുത്ത അക്ഷരങ്ങൾ എടുത്ത് വായിച്ചതല്ല, ഇത് നമ്മുടെ ജീവനുള്ള കർത്താവിൻ്റെ വാക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഈ അച്ഛൻ്റെ അപ്പുറത്തിരിക്കുന്ന ഫാൻ കുറച്ചുകൂടെ സ്പീഡിലിട്ടാൽ പറന്നു പോകാൻ പറ്റുന്ന ഒരു കടലാസാണ് ഈ മുമ്പിലിരിക്കുന്നത്, അല്ലേ? പക്ഷെ ആ കടലാസിൽ എന്തുണ്ട്? എന്നെ നേരെ നിർത്തുന്ന, എന്നെ പിടിച്ചു നിർത്തുന്ന കർത്താവിൻ്റെ വാക്കുണ്ട്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിന്ന് സ്വീകരിച്ച വിശുദ്ധ കുർബാന ഒന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ, അച്ഛനോ നിങ്ങളോ ഒന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ, ഫാനിൻ്റെ സ്പീഡിൽ കാറ്റത്ത് പറന്നു പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞപ്പമാണ്. പക്ഷെ ആ കാറ്റത്ത് പറന്നു പോകാവുന്ന കുഞ്ഞപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ വരെ അടക്കി നിർത്താൻ പറ്റുന്നവനുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ ഇത്? നമ്മൾ സ്വീകരിക്കുന്ന വചനം കാറ്റൊന്നടിച്ചാൽ പറന്നു പോകുന്ന ഒരു കടലാസ്, ആ കടലാസിൽ എന്നെ നേരെ നിർത്താവുന്ന എൻ്റെ കർത്താവുണ്ട്, കർത്താവിൻ്റെ വാക്കുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കാറ്റൊന്ന് ആഞ്ഞടിച്ചാൽ പറന്നു പോകാവുന്ന ഒരു കുഞ്ഞപ്പത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ സകല കൊടുങ്കാറ്റുകളെയും അടക്കി നിർത്താൻ പറ്റുന്നവനുണ്ട്. വലതുവരത്തി ശക്തിയോടെ വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ.
സന്തോഷവാന്റെ ഹല്ലേലൂയ. പ്രവാചകനോട് കർത്താവ് പറയാണ്, ഞാനായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം. എന്നുവെച്ചൊരു വെളിച്ചമുള്ളൊരു ജീവിതമാകുന്നു. ഇപ്പം ഇരുട്ടൊക്കെ ഉണ്ടാവും, ഇച്ചിരി കടങ്ങൾ തന്ന ഇരുട്ട്, സങ്കടങ്ങൾ തന്ന ഇരുട്ട്, മനുഷ്യർ ഒറ്റപ്പെടുത്തിയ തന്ന ഇരുട്ട്, പാപം പിശാച് തന്നൊരു ഇരുട്ട്. വെളിച്ചം, ഈ ഇരുട്ടിനെ തോൽപ്പിക്കുന്നൊരു വെളിച്ചം. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നില്ലേ, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ഈ ഭൂമിയിലേക്ക് വരാനിരിക്കുന്നു. ആ പ്രകാശത്തെ തോൽപ്പിക്കാൻ ഒരിരുട്ടിനും സാധിക്കില്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ചിന്തിച്ച് ഇന്നിപ്പോൾ ഈ വചനം കേൾക്കുന്ന അത്ര നല്ല മൂഡിലൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ വല്ലാത്ത സങ്കടത്തിൽ നിന്നുകൊണ്ടായിരിക്കും ഇത് കേൾക്കുന്നത്. വല്ലപ്പോഴൊക്കെ വന്നൊരു ധ്യാന കേന്ദ്രത്തിൽ, ഒരു പ്രാർത്ഥനാലയത്തിൽ വന്നിരുന്ന ഒരു വചനം കേൾക്കുമ്പോൾ, കർത്താവെ 1 മണിക്കൂർ കേട്ടു, അടുത്ത മണിക്കൂറിൽ പിന്നെ സങ്കടം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ വചന ശുശ്രൂഷ കഴിഞ്ഞ് ചിലപ്പോൾ വേറൊരു പ്രശ്നത്തെയൊക്കെ ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കൊരു വലിയ അത്ഭുതം ഉള്ളിൽ നടന്നിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടി. എന്താണ് അത്ഭുതം? ഈ ഇരുട്ടത്ത് എനിക്ക് പ്രകാശമായിട്ട് ഒരാളുണ്ട്. ആര്? ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ ക്ലാസ് തുടങ്ങിയിട്ട് 10 പ്രാവശ്യം കണ്ട് ചോദിച്ചു, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? സങ്കടമെല്ലാം മാറുമോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. സങ്കടമെല്ലാം മാറുമോ? എനിക്കറിയത്തില്ല സത്യമായിട്ട്. നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ സങ്കടമൊക്കെ മാറുമോ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ ഈശോ നിങ്ങളുടെ നിത്യപ്രകാശമായിരിക്കും. എൻ്റെ ഈശോ എൻ്റെ നിത്യപ്രകാശമായിരിക്കും. ഇരുട്ടത്തിരുന്നാലും എനിക്ക് വെളിച്ചം തരുന്ന എൻ്റെ കർത്താവ്. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ ബോധ്യം നമ്മുടെ ഉള്ളിലോട്ട് നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് ശക്തിയോടെ പറ, കർത്താവായിരിക്കും എൻ്റെ നിത്യമായ പ്രകാശം. ഉറക്കെ പറഞ്ഞേ, കർത്താവായിരിക്കും എൻ്റെ നിത്യമായ പ്രകാശം. ശക്തിയോടെ പറ ഹല്ലേലൂയ. അപ്പം ആ പ്രകാശത്തിൽ നിന്നുകൊണ്ട്, കർത്താവിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മൾ ജീവിക്കാൻ. വലിയ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവാണ്. നോമ്പിൻ്റെ വലിയ കൃപയിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില പരിത്യാഗങ്ങളൊക്കെ എടുത്ത്, ചില ഉപേക്ഷകളൊക്കെ എടുത്ത്, ആ ഉപേക്ഷിക്കുന്നതിനേക്കാളൊക്കെ മുകളിൽ ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ നമ്മൾ ഈ നോമ്പിൻ്റെ വലിയ ദിവസങ്ങളിലൂടെ കടന്നു പോവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നോമ്പൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? കുറ്റം പറച്ചിൽ, പരദോഷം, എന്തൊക്കെയാണ് നോമ്പെടുത്തേക്കുന്നത്? അല്ല അല്ലേ? നമ്മൾ നന്നായിട്ട് ഈശോയെ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയാണ്. നമ്മുടെ ശരീരത്തിൽ ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുന്നു, നമ്മുടെ കുറച്ച് താല്പര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈശോ ഉള്ളിലോട്ട് നിറയാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഈ ഒരു കുമ്പസാരമൊക്കെ കഴിയുമ്പോഴേ ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പാപം, പിശാച്, തിന്മ എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മൾ ഒഴിവാക്കാറുണ്ട് എല്ലാം ഒഴിവാക്കാറുണ്ട്. ഇങ്ങനെ ഒഴിവാക്കുക മാത്രമല്ല ചെയ്യുന്നത്, എന്തോ കൊണ്ട് ഇത് നിറയ്ക്കുകയും കൂടെ ചെയ്യണം. ആരെയും കൊണ്ട് നിറയ്ക്കണം? ഈശോയും കൊണ്ട് നിറയ്ക്കണം. പാപം എടുത്ത് കളയുക, നിങ്ങൾ പോക്കറ്റ് കാലിയാക്കി ഇടുക എന്നുള്ളതല്ല. ഈ പോക്കറ്റിലേക്ക്, ഈ ഹൃദയത്തിലേക്ക് ഈശോയെ വെച്ചോണ്ടിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 49-ാമത്തെ അധ്യായം എടുക്കാമോ? ഏശയ്യാ 49. കർത്താവ് നമ്മുടെ പ്രകാശമായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവ് നമ്മളെയും ഇങ്ങനെ പ്രകാശമായിട്ട് അയക്കുന്നതിനെ കുറിച്ച് വചനം പറഞ്ഞിരുന്നുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, ഐസയ 49:6 നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക. വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. നമ്മൾ ആദ്യം വായിച്ച വചനത്തിൽ ഇങ്ങനെ കേട്ടത്, കർത്താവായിരിക്കും എൻ്റെ നിത്യമായ പ്രകാശം. അപ്പോൾ കർത്താവ് തന്നെ പറയാണ്, നിന്നെ ഞാൻ അയക്കും. എങ്ങനെ? ലോകത്തിന് പ്രകാശമായിട്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നമ്മളിപ്പോൾ പറഞ്ഞൊരു വചനമുണ്ട്, സകലരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ഈശോ ഈ ഭൂമിയിലേക്ക് വന്നു, നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോ തന്നെ നമ്മളോട് മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ പറയും, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ് ഈശോ നമ്മളോട് പറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്ന് വെച്ചാൽ ശരിക്കും ഈശോയുടെ ആഗ്രഹം എന്താണ്? ഈശോയെ സ്നേഹിക്കുന്ന നമ്മൾ ആരെപ്പോലെ ആയിത്തീരണം? ഈശോയെ പോലെ ആയിത്തീരണം. കിട്ടുന്നുണ്ടോ? ഇപ്പം നമ്മളൊരു ധ്യാനം കൂടുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുമ്പസാരിക്കുന്നു, നമ്മൾ കൂദാശ സ്വീകരിക്കുന്നു. എന്താ ലക്ഷ്യം? കുമ്പസാരത്തിൻ്റെ ലക്ഷ്യം പാപം മോചിക്കപ്പെട്ടു, കൃപ ലഭിച്ചു, തീർന്നില്ല. ഈ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടത്, ഈ വിശുദ്ധീകരിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയെ പോലെ ആയിത്തീരുക. കുർബാന നമ്മൾ സ്വീകരിക്കുന്നു, എത്രയോ വിശുദ്ധ കുർബാനകൾ നമ്മൾ അർപ്പിച്ചു, എത്രയോ തവണ ഈശോ കൂടെ വരാമെന്ന് പറഞ്ഞ് ഈശോ അകത്തോട്ട് കയറി വന്നു ജീവിക്കുന്നവനായിട്ട്. എന്താണ് ലക്ഷ്യം? ആരെപ്പോലെ ആയിത്തീരുക? ഈശോയെ പോലെ ആയിത്തീരുക. ആ ഈശോ പറഞ്ഞ ഈ വാക്കും കൂടെ ശ്രദ്ധിക്കണം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ് ഈശോ പറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയിത്തീരണം. നിങ്ങൾ ലോകാതിർത്തി വരെ എനിക്ക് പ്രകാശമായി തീരണമെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 42-ാമത്തെ അധ്യായം കൂടെ എടുത്ത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായം, കർത്താവിൻ്റെ ദാസൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 42-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, 42-ന്റെ 7 ഉറക്കെ വായിക്കാം.
അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിനുടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഈശോയെ വിശ്വസിക്കുന്ന, ഈശോയുടെ വചനം സ്വീകരിക്കുന്ന, വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്ന, ഈശോയെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത്രയും നന്മ ചെയ്യുക, ഇത്രയും പ്രാർത്ഥിക്കുക, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കുറച്ച് നന്മയൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. പരമമായ ലക്ഷ്യം ആരെ പോലെ ആയിത്തീരുക? ഈശോയെ പോലെ ആയിത്തീരുക. ആദ്യത്തെ മാർപ്പാപ്പ പറഞ്ഞ ആ വലിയ ആഹ്വാനം ഓർക്കണം. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധരാണോ? മറ്റൊരു വാക്ക് ചോദിച്ചാൽ ഈശോയെ പോലെയൊക്കെയാണോ? ഇവിടെ ധ്യാനത്തിന് വരുന്നവരോടൊക്കെ കുമ്പസാരത്തിൻ്റെ ദിവസം ഞാൻ പറയാറുണ്ട്, നമ്മളെ കുമ്പസാരത്തിന് മുമ്പ്, കുമ്പസാരം കഴിഞ്ഞാൽ നമ്മളെ നോക്കി ആൾക്കാർ എന്നാന്ന് വിളിക്കണം? ഈശോ എന്ന് വിളിക്കണം. അതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ നോക്കി ഷോ എന്നൊക്കെ ആയിരിക്കും തന്നെ, എന്നാ ലൈഫാന്നൊക്കെ വരെയായിരിക്കും അല്ലേ. അതിന് മുമ്പ് നമ്മളെ കാണുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞവർ കുമ്പസാരമൊക്കെ കഴിയുമ്പോൾ നമ്മളെ എൻ്റെ ദൈവമേ എന്ന് പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. പ്രകാശമായിരിക്കുക, ഈശോയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ പ്രകാശമായിരിക്കുക. പൗലോസ്ലീഹയുടെ മറ്റൊരു വാക്കിങ്ങനെ കടമെടുത്ത് അതിനൊന്ന് പിരിച്ചെഴുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈശോ ഇവിടെ ബാക്കി വെച്ച ചില കാര്യങ്ങൾ തുടരാൻ വേണ്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നു. പൗലോസ്ലീഹ പറയുന്നതാണ്, കർത്താവ് ആദ്യം മുതലേ എന്നെ തിരഞ്ഞെടുത്തു. എഫേസ്യസ് 2:20 ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത ഒരു ദൗത്യമുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമ്മിലൂടെ പൂർത്തിയാക്കാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തൊരു ദൗത്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കാം, ജോലി, പഠനം, ഏത് മേഖല ആയിക്കോട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഈശോയുടെ പ്രകാശമായി തീരാനുള്ള ഒരു ദൗത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് ഓർത്തേ, നിങ്ങളുടെ വീടിനെ കുറിച്ച് ഓർത്തേ, നിങ്ങൾ പഠിക്കുന്ന സ്ഥലം. നമ്മൾ ഇതിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസം പോലും ഇരുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. പാപത്തിൻ്റെ ഇരുട്ടിലായിരിക്കാം, സങ്കടത്തിൻ്റെ ഇരുട്ടിലായിരിക്കാം, കൊട്ടിയ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാകാം, ചില പാപത്തിൻ്റെ പുഴുക്കുത്താകുന്ന ഇരുട്ടിൽ പെട്ടുപോയ ആൾക്കാരുണ്ടാകാം. എന്നെ ചെയ്യാൻ പറ്റും നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊക്കെ? നമ്മളോ ഇരുട്ടിൽ അല്ലേ, നമ്മളോ ഇരുട്ടിൽ എന്ന് പറഞ്ഞിരിക്കുകയല്ല. ഈശോയുടെ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈശോയെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? അതേ ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിക്കുന്ന നിങ്ങൾ ഇത്രയും പേര് പ്രകാശമാകണം. ആ വീട്ടിലെ 4 പേർക്ക് ഇരുട്ടായിരിക്കാം, ഈ ഒരൊറ്റ വെട്ടം മതി. ജോലി ചെയ്യുന്നിടത്ത് ആ ഒരു 30ഓളം പേര് ഇരുട്ടിലായിരിക്കാം, ആ 30 പേർക്കും വെളിച്ചമാകാൻ വേണ്ടി ഈശോ ചെയ്യേണ്ട ആ കാര്യം ഈശോ ആരെ ഏൽപ്പിച്ചേക്കുന്നത്? നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മുടെ എല്ലാ പ്രശ്നവും മാറിയിട്ട് വേണ്ടല്ലേ നമുക്ക് വെട്ടമാകാൻ വേണ്ടി? നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ എല്ലാ കുറവുകളെയും നികത്തിയെടുത്തതിന് ശേഷമല്ല നമ്മൾ ഈ ലോകത്തെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഈ കുറവുകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുറവുകളെല്ലാം നിറവുകളാക്കുന്ന, ആ നിറവിനെയെല്ലാം അനുഗ്രഹമാക്കുന്ന, ആ അനുഗ്രഹത്തെ അഭിഷേകമാക്കുന്ന കർത്താവിൻ്റെ കരുണ സ്വീകരിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ഇല്ലായ്മകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും എൻ്റെ നിത്യപ്രകാശമായി ഈശോയുടെ വെട്ടം കിട്ടിയ ഞാൻ എൻ്റെ കുറവുകളോട് കൂടെ തന്നെ ഈ ഇരുട്ട് നിറഞ്ഞൊരു ലോകത്തെ പ്രകാശിപ്പിക്കാനുള്ള ദൗത്യമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ പ്രശ്നമൊക്കെ മാറട്ടെ, എൻ്റെ ഇരുട്ടൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ ഒന്ന് പൊക്കിയെടുക്കാൻ. നോ, ഈ ഇരുട്ടുള്ളവളെ, ഈ കടത്തിലായിരിക്കുന്നവളെ, ഈ കുറവുകളുള്ള നിന്നെ ഈശോയ്ക്ക് ആവശ്യമുണ്ട് വെളിച്ചമാകാൻ വേണ്ടി. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം നമ്മളിപ്പോൾ വായിച്ച 42:7 ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്ന് അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മൾ സ്വീകരിക്കുന്ന ഒരു ദൗത്യമാണ്. ഇപ്പം പറഞ്ഞില്ലേ കുറവ്. ഇപ്പം അച്ഛൻ ഇവിടെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അച്ഛനൊരു മിടുക്കനാണെന്ന്. എല്ലാ തെറ്റിദ്ധാരണയും മാറ്റിക്കോ. ഞാൻ നിങ്ങളെപ്പോലെയൊക്കെയാണ്. നിങ്ങളെങ്ങനെയാണ്? നിങ്ങൾ മിടുക്കനാണല്ലേ. എന്നാൽ ഞാനും നിങ്ങളെപ്പോലെയൊക്കെയാണ്. എൻ്റെ എല്ലാ കുറവുകളെ ഓർത്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് പറയുകയാണ്, ഞാനിവിടെ നിൽക്കത്തില്ല. എനിക്ക് കുറേ കുറവുകളുണ്ട്. പക്ഷെ അത് ഓർത്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വചനം പ്രഘോഷിക്കാൻ പറ്റില്ല. ഞാൻ ഓർക്കേണ്ട ഒറ്റ ആളേ ഉള്ളൂ. എന്ത്? ഞാൻ ഇങ്ങനെയാണെന്നും എൻ്റെ കുറവുകൾ ഇതൊക്കെയാണെന്നും എൻ്റെ മണ്ടത്തരങ്ങൾ ഇങ്ങനെയാണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് എന്നെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ നിത്യപ്രകാശമുള്ളത് കൊണ്ട് ആ പ്രകാശത്തിൽ നമ്മൾ പ്രകാശമായിട്ട് നിൽക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പൗലോസ്ലീഹയെ കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഈ വർഷം നന്നായിട്ടൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം ഒന്ന് എടുക്കാമോ? പൗലോസ്ലീഹ തന്നെ ഈശോ വിളിച്ചതിനെ കുറിച്ച് പറയുന്ന സുന്ദരമായൊരു എഴുത്താണ്.
ഞാൻ നേരത്തെ നിങ്ങളോട് ഇവിടെ വന്നിട്ടുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആവർത്തിച്ച് വായിക്കേണ്ട പുസ്തകമാണ് തിമോത്തിക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ. ശുശ്രൂഷയിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഏത് ജീവിത സാഹചര്യമാവട്ടെ, നമ്മുടെ ജീവിതാന്തസ് എന്തു തന്നെ ആവട്ടെ, ഈ വചനം നന്നായിട്ട് ആഴത്തിൽ വായിക്കണം. തിമോത്തിക്ക് എഴുതിയ ഈ എഴുത്ത്, 1-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല ശ്രദ്ധയോടെ ഒന്ന് വായിച്ച് ഫോളോ ചെയ്യണം. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. വായിച്ചേ. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. നല്ല ശ്രദ്ധയോടെ ഉറക്കെ ഒന്ന് വായിച്ചേ. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. ഇത് പറയുമ്പോൾ എനിക്ക് വളരെ അടുത്ത് എനിക്കിത് നന്നായിട്ട് മനസ്സിലാവും. എൻ്റെ കുറവുകൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ പോരായ്മകൾ എന്നെ ശക്തിപ്പെടുത്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് സ്തുതി. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കുറവുകളുണ്ട്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സങ്കടങ്ങൾ, കുറവുകൾ, വേദനകൾ, പാപങ്ങൾ എല്ലാം ഉണ്ട്, നാണക്കേടുകളുണ്ട്, ട്രോമാസ് ഉണ്ട്, നിങ്ങളുടെ ഇരുട്ടുകൾ, നിങ്ങളുടെ നിരാശകൾ എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഇവിടെ ഉണ്ട്. ആര്? ഉത്തരം പറ. ഇങ്ങനെ മിഴുങ്ങശിയാന്നിരിക്കാതെ ഉറക്കെ പറ ഉത്തരം. ആരുണ്ട്? ഈശോയുണ്ട്. സോ പൗലോസ്ലീഹ നമ്മുടെ മുമ്പിലേക്ക് ഒരു ബോധ്യപ്പെടുത്തൽ തരികയാണ്. ആ ബോധ്യം നന്നായിട്ട് നിറയണം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് കുറവുകൾ, എനിക്ക് സങ്കടങ്ങൾ, നിങ്ങൾക്ക് വേദനകൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ. പക്ഷെ നമ്മൾ ആ ബുദ്ധിമുട്ടുകളിലേക്ക്, വേദനകളിലേക്ക്, സങ്കടങ്ങളിലേക്ക് നോക്കിയിരിക്കല്ല. പൗലോസ്ലീഹ പറയാണ്, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. കുറവുണ്ട്, വേദനയുണ്ട്, സങ്കടമുണ്ട്, ഇട്ടേച്ച് പോകാൻ തോന്നുന്നുണ്ട്, കർത്താവെ ജീവിതം മടുത്തു എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. ഇപ്പോൾ ഒരു വൈദികൻ നിലയിൽ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ എൻ്റെ കുറവുകളെയൊക്കെ ഓർത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇല്ല. ഇതൊക്കെ, ഈ പ്രശ്നമൊക്കെ മാറട്ടെ, എന്നിട്ട് ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം, എന്നിട്ട് ഞാൻ വചനം പ്രഘോഷിക്കാം എന്ന് തീരും. ഒരെണ്ണം തീരുമ്പോൾ അടുത്ത പ്രശ്നം വരും, ഒരു കുറവ് മാറുമ്പോൾ അടുത്ത കുറവ് വരും. ഒറ്റ കാര്യമാണ്, എന്നെ ഏൽപ്പിച്ചത് ഈശോയാണ് ശുശ്രൂഷ. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവരാണ്, നിങ്ങൾ പഠിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്, പല പ്രായത്തിലുള്ളവരാണ്. എന്നതാണേലും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പറ, നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന ശുശ്രൂഷ എന്താണ്? ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഈശോ നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന ശുശ്രൂഷ എന്താണ്? പഠിക്കുക. ജീവിത പങ്കാളികൾ, കുടുംബജീവിതം നയിക്കുന്നവർ, നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന ശുശ്രൂഷ എന്താണ്? ആ കുടുംബം മുന്നോട്ട് വിശുദ്ധിയിൽ നയിക്കുക. യുവതി യുവാക്കൾ, വലിയവർ എല്ലാം നമ്മുടെ പ്രായത്തിൽ, നമ്മുടെ അന്തസ്സിൽ, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് എല്ലാം ഏൽപ്പിച്ചേക്കുന്നത് ഈശോയാണ്. തൻ്റെ ശുശ്രൂഷയ്ക്കായി അവിടുന്ന് നിങ്ങളെ വിശ്വസ്തരായി കണക്കാക്കി. എൻ്റെ കുറവിലേക്കല്ല ഈശോ നോക്കിയത്, ഇവനത് ചെയ്യുമോ എന്ന് ഈശോ നോക്കി. എന്നെ വിശ്വസിച്ചു. ഈ കുടുംബം നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, ഈ ജോലി നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, ഈ സ്കൂളിലേക്ക്, ഈ കോളേജിലേക്ക് നിങ്ങളെ ഈശോ വിടുമ്പോൾ, ഈശോ നിങ്ങളെ കാണുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ കുറവിലേക്കല്ല, ഇവനെ കൊണ്ട് ഇത് പറ്റുമോ, ഇവളെ കൊണ്ട് ഇത് പറ്റുമോ, ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുമോ, എന്നതാണോ. നമ്മൾ പോലും ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്നെ കണ്ടിട്ടാണ് എന്നെ ഇത് ഏൽപ്പിച്ചത്, എന്ത് കണ്ടിട്ടാണ് ഇത്രയും വലിയ ഉത്തരവാദിത്തം എൻ്റെ തന്നതെന്ന്, എന്ത് കണ്ടിട്ടാണ് ഈ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ എൻ്റെ കയ്യിലോട്ട് തന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അവൻ നിന്നെ വിശ്വസ്തയായി കണക്കാക്കി. പറഞ്ഞേ ഹല്ലേലൂയാ. ആ വാക്കിൻ്റെ അർത്ഥം നന്നായിട്ടൊന്ന് പിടികിട്ടണം. ഈശോയെ ഇങ്ങനെ വിശ്വസിച്ച് നിൽക്കുമെന്ന് മാത്രമല്ല, വിശ്വസ്തൻ എന്ന് വെച്ചാൽ പറ്റിക്കില്ല എന്നും കൂടെ ഒരു അർത്ഥം ഉണ്ടല്ലേ. നീ കർത്താവിനെ ഇട്ടേച്ച് പോകത്തില്ലെന്ന്. ഈ കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ, നീ പഠിക്കുന്നിടത്തൊരു പ്രശ്നം വന്നാൽ, നീ ജോലി ചെയ്യുന്നിടത്തൊരു ക്രൈസിസ് വന്നാൽ, നിന്റെ മുന്നോട്ടുള്ള ശുശ്രൂഷ ജീവിതത്തിനൊരു തടസ്സം വന്നാലും നീ ഇട്ടേച്ച് പോവില്ല, നീ പിടിച്ചു നിൽക്കും, നീ ഈശോയെ മുറുകെ പിടിക്കുമെന്ന് കണ്ട് അവൻ നിന്നെ വിശ്വസ്തനായി കണക്കാക്കി. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാവണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ സങ്കടം, ഈ കുറവിനെയൊക്കെ ഓർത്തുകൊണ്ടിരിക്കും. എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാവും. കർത്താവേ, ഈ പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്തേനെ, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിയേനെ, എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ കഴിവ്, അവരെ പോലെയൊക്കെ പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിച്ചേനെ. നീ ഇങ്ങനെയാണ്, നീ ഇങ്ങനെ ആയിരിക്കുന്നത്, നിന്നെ വിശ്വസ്തനായി ഈശോ കണക്കാക്കി. ഞാൻ ഈ ദിവസങ്ങൾ ഒരു ഇംഗ്ലീഷ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ഒരു സിസ്റ്റർ മിറിയാം, യൂട്യൂബിൽ നോക്കിയാൽ മതി, സിസ്റ്റർ മിറിയാം ഹൈറ്റ്ലാൻഡ്, അങ്ങനെ അത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, മിറിയാം ഹൈറ്റ്ലാൻഡ്. വല്ല ഭയങ്കര തീപ്പന്താൻ സിസ്റ്ററാണ്. ഈശോയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകുന്നതാണ്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. ഭാഷ മനസ്സിലായില്ലെങ്കിലും മനസ്സിലാവാത്ത ചില ഭാഷകളുണ്ട്, മനസ്സിലാവുന്ന ഭാഷയുണ്ട് കണ്ണുനീരിൻ്റെ. ഈശോയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞൊഴുകാണ് സിസ്റ്ററിൻ്റെ. വലിയൊരു വോളിബോൾ കളിക്കാരിയായിരുന്നു, കോളേജിലൊക്കെ പഠിച്ചു, എല്ലാ തല്ലിപ്പൊളിത്തരങ്ങൾ കാണിച്ചു. ഈശോയുടെ സ്നേഹം അങ്ങ് അറിഞ്ഞു. ഒരു മൊമെൻറ്റിൽ ഈശോയുടെ സ്നേഹം അറിഞ്ഞിട്ട് ഈ സിസ്റ്റർ ലോകമെങ്ങാടും പോയി. ഒരു അമേരിക്കക്കാരി സിസ്റ്ററാണ്. ലോകം എല്ലായിടത്തും പോയിട്ട് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയാണ്. ആ സിസ്റ്റർ എഴുതിയ ഒരു ആത്മകഥയാണ് ലൗഡ് ആസ് ഐ ആം. ലൗഡ് എന്ന് വെച്ചാൽ ഒച്ചവെള്ളമെന്നല്ല, LOVED.
ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ ഈശോ സ്നേഹിക്കുന്നു. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഈശോനെ സ്നേഹിക്കുന്നു. ഒരു കുഞ്ഞു പുസ്തകമാണ്, ഭയങ്കര വിലയാണ്, മലയാളത്തിലില്ല, ഇംഗ്ലീഷിൽ കിട്ടുവാണെങ്കിൽ വായിച്ചു നോക്കുന്ന നല്ലതാണ്. ഇനി വായിക്കാൻ പറ്റിയില്ലെങ്കിലും യൂട്യൂബിലെ സിസ്റ്ററിൻ്റെ ആ ടോക്സ് ഒക്കെ ഒന്ന് കേൾക്കുന്ന നല്ലതാണ്. ഇങ്ങനെ അടിഞ്ഞിരിക്കുന്ന നമ്മൾ ഇങ്ങനെ നേരെ നിൽക്കും. ഒരുപാട് വീണുപോയ ചെറുപ്പക്കാരെ പൊക്കിയെടുക്കാൻ വേണ്ടി പ്രകാശമായി ഈശോ നിയോഗിച്ച ഒരു പ്രകാശമാണ് ഈ സിസ്റ്റർ മിറിയം. വായിക്കുന്നത് നല്ലതാണ്, കേൾക്കുന്നത് നല്ലതാണ്. കേൾക്കുന്നത് സൂപ്പർ ടോക്സാണ്. ഈശോയെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും, അത്രയ്ക്ക് സുന്ദരമായ ടോക്ക്. ആ ടൈറ്റിലൊന്ന് പറയാൻ പറ്റില്ല ഞാനിത് പറഞ്ഞത്. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ലവ്ഡ് ആസ് ഐ ആം. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഈശോ എന്നെ സ്നേഹിക്കുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞ വചനത്തിന് അർത്ഥം കിട്ടണം, അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. ഞാൻ എത്ര വിശുദ്ധിയോടെ നിൽക്കുമെന്നോ, ഞാൻ എത്ര കാലം നല്ല സൂപ്പർ പവറായിട്ട് നിൽക്കുമെന്നോ ഓർത്തുകൊണ്ടല്ല ഈ കുടുംബത്തെ, ഈ ഉത്തരവാദിത്തത്തെ നിങ്ങളുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചത്. നീ നിൽക്കും, നീ വിശ്വസ്തനാണെന്ന് ഈശോ കണക്കാക്കി. നമുക്ക് ചിലപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ഈ കുടുംബത്തിൻ്റെത്, ഈ പഠനം, ഈ ജോലി എല്ലാം ഒന്ന് നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ തോറ്റു പോകുന്നുണ്ടാവും, സങ്കടപ്പെട്ടു പോകുന്നുണ്ടാവും. എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവിന് സ്തുതി, അവിടുന്ന് എന്നെ വിശ്വസ്തനായി കണക്കാക്കി. വചനഭാഗം തന്നെ നമ്മളൊന്ന് ധ്യാനിച്ച് മുമ്പോട്ട് പോവുകയാണ്. കർത്താവ് പൗലോസ്ലീഹയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ചില ബോധ്യങ്ങൾ ഹൃദയത്തിൽ അത് സ്വീകരിക്കുക. ഇപ്പം നമ്മൾ ഈ കുറവുകളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ ഏറ്റവും വലിയ കുറവായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ ഏറ്റവും വലിയ കുറവായിട്ട്, എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കുറവോ കൂടുതലോ ഒക്കെ ഉണ്ടാവും. ഈശോയെ വിശ്വസിക്കുന്ന, ഈശോയെ ഫോളോ ചെയ്യുന്ന, ഈശോയെ സ്വീകരിച്ച് നടക്കുന്ന നമുക്ക് ഏറ്റവും വലിയ കുറവ് എന്തായിരിക്കും? നമ്മൾ പാപികളാണ് എന്നുള്ള ആ ഒരു അവസ്ഥ. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ഓക്കെ അല്ല, നമ്മളത്ര മിടുക്കന്മാരും മിടുക്കുകളും അല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് രക്ഷപ്പെട്ടു. കാരണം അങ്ങനെ തിരിച്ചറിഞ്ഞവനെ മാത്രമേ രക്ഷപ്പെടുക്കാൻ പറ്റുള്ളൂ. നീതിമാനാണെന്ന് വിചാരിക്കുന്നവരെ തേടി കർത്താവ് പോലും വരത്തില്ല. പാപികളെ തേടിയ കർത്താവ് വരത്തുള്ളൂ. നമ്മൾ പാപികളാണെന്നൊരു ബോധം നമുക്കുണ്ട്. അപ്പം ശരിക്കും അതിൻ്റെ മുമ്പേ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കത്തില്ല. പറഞ്ഞു, ആ അബദ്ധങ്ങളെക്കുറിച്ചോ ആ കുറവുകളെക്കുറിച്ചോ അല്ല, എന്നെ ശക്തനാക്കുന്നവനെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കുന്നു. എന്നെ വിശ്വസ്തനാക്കിയവനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നു. അടുത്ത വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയാണ്, ഞാൻ ഒത്തിരി പാപം ചെയ്തു. നിങ്ങൾക്കിപ്പം ഇപ്പം ഈ ധ്യാനിപ്പിക്കുന്ന ഒരാൾ പാപം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം വരുന്നില്ലേ? അത് പറയുമ്പോൾ എനിക്ക് തന്നെ വിഷമം വരാത്തതെന്നറിയോ? ഈ പൗലോസ്ലീഹയും അങ്ങനെ പറഞ്ഞു. നമ്മളങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അഹങ്കാരമായി പോലെ തിരിച്ചറിവ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും ഇങ്ങനെ അച്ഛന്മാർ ഇപ്പം ധ്യാനിപ്പിക്കുന്നവർ, പ്രത്യേകിച്ചൊക്കെ മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് ഇപ്പം ഇറങ്ങി വന്ന് ഇച്ചിരി നേരം ലോഹയിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്നാണ് ജനിച്ചതെന്ന് ഓർത്തേക്കണം, അല്ലേ? ഈ ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ചാണ്. ഇത് നല്ല എളിമയോടുകൂടി ഞങ്ങൾ വൈദികർ, സുവിശേഷ പ്രഘോഷകരൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതിങ്ങനെ വിളിച്ച് പറയണമെന്നില്ലായിരിക്കും, എന്നെപ്പോലെ മണ്ടന്മാർ ചിലപ്പോൾ വിളിച്ച് പറയായിരിക്കും. പക്ഷേ പൗലോസ്ലീഹയും ഞാൻ മണ്ടെന്ന് വിളിക്കേണ്ടി വരും, ഞാനത് വിളിക്കില്ല. പൗലോസ്ലീഹ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, ദൈവമേ എനിക്ക് കുറവുകൾ മാത്രമേ ഉള്ളൂ, പാപങ്ങൾ മാത്രമേ ഉള്ളൂ. പൗലോസ്ലീഹ പിന്നീടൊക്കെ എഴുതി വെക്കുന്നുണ്ട്, കൊറിന്തോസുകാർക്ക് കത്തെഴുതുന്ന സമയത്ത് പറയുന്നുണ്ട്, അകാല ജാതന എന്ന പോലെ കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരു യോഗ്യതയില്ലാഞ്ഞിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്നു. അടുത്തൊരു വാക്യം വായിച്ചേ, 13-ാമത്തെ വാക്യം ഉറക്കെ വായിച്ച്, മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. എന്നുവെച്ചാൽ പൗലോസ്ലീഹ പറയാണ്, ഞാനൊരു ഒന്നാന്തരം പാപിയാണ്. ഞാൻ അവനെ അധിക്ഷേപിച്ചു, ഞാൻ അവനെ മുറിപ്പെടുത്തി, ഞാൻ അവൻ്റെ ആളുകളെ വഴിതെറ്റിച്ചു. അപ്പോസ്തലപ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇവർ വഴിതെറ്റിപ്പോയവരാണെന്ന് പറഞ്ഞ് അവരെ കൊല്ലാൻ വേണ്ടി ദമാസ്കസിലേക്ക് നടക്കുകയാണ്. എന്നുവെച്ചാൽ അവസാനം ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, അയാൾക്കൊരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി, നീ തൊഴിച്ചത് ആരെയാണ്? അവരെ അല്ല. ആരെയാ തൊഴിച്ചത്? എന്നെയാണ്. നീ പീഡിപ്പിച്ചത് എന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയാം, മുമ്പ് ഞാൻ അവനെ നിന്ദിച്ചു, പീഡിപ്പിച്ചു, അധിക്ഷേപിച്ചു. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമ്മളങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇല്ല അല്ലേ? പക്ഷെ നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം, നമ്മൾ പറഞ്ഞ മോശമായ വാക്കുകളെല്ലാം, നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയ എല്ലാ തെറ്റായ ചിന്തകളും, ആ ചിന്തകളനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചതുമെല്ലാം, ഞാൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നത്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപദ്രവിച്ചത്, ഞാൻ ഒരാളെ പറ്റിച്ചത്, ഞാൻ എൻ്റെ ശരീരത്തെ ദുരുപയോഗം ചെയ്തത്, ഞാൻ മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്തത്, ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചത്, ഞാൻ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചത്, നമ്മൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറഞ്ഞ ഓരോ പാപവും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആർക്കെതിരെയുള്ള അധിക്ഷേപം, ആർക്കെതിരെയുള്ള നിന്ദനം, ആർക്കെതിരെയുള്ള പാപം? ഈശോയ്ക്കെതിരെയുള്ള പാപം. വചനത്തിൽ കൃത്യമായിട്ട് പറയണം, മുമ്പ് ഞാൻ അവനെ നിന്ദിച്ചു, അവനെ അധിക്ഷേപിച്ചു, അവനെ പീഡിപ്പിച്ചു, പക്ഷേ എനിക്ക് കരുണ ലഭിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അച്ഛൻ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും, ഈശോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ തവണയാണ് കർത്താവിനെ അധിക്ഷേപിച്ച് ചെയ്ത എല്ലാ പാപങ്ങളും കർത്താവിനെ നിന്ദിച്ചതല്ലേ? നമ്മൾ കാണിച്ചുകൂട്ടിയ എല്ലാ തല്ലിപ്പൊളിത്തരങ്ങളും ശരിക്കും ഡയറക്ട്ലി ഇറ്റ് വാസ് എഗൻസ്റ്റ് ഗോഡ്. പൗലോസ്ലീഹ കൊന്നു നടന്നത് ക്രിസ്ത്യാനികളെയാണ്. പക്ഷേ ഈശോ പറഞ്ഞു, നീ പീഡിപ്പിച്ചത്
എന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ചെറിയ ഒരുവനിൽ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നെന്ന് പറഞ്ഞ ഈശോ മറ്റൊരു ലാംഗ്വേജിൽ, മറ്റൊരു ഭാഷ്യത്തിൽ അത് വായിച്ചാൽ, നീ ആർക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കെതിരെ തന്നെയാണ് ചെയ്തത്. അധിക്ഷേപിച്ചത് അപ്പനെ ആയിരിക്കാം, പക്ഷെ കൊണ്ടത് എനിക്കാടാ. നിന്ദിച്ചത് ഗുരുനാഥനെ ആയിരിക്കാം, കൊണ്ടത് എനിക്കാടാ എന്ന് പറഞ്ഞ ഈശോ നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ ചോദ്യം ചെയ്ത് നമ്മളെ നാണം കെടുത്തി, നിനക്കൊരു അനുഗ്രഹം ഇനി ഇല്ല എന്ന് പറയല്ല. പൗലോസ്ലീഹ പറയാണ്, ഞാൻ അതൊക്കെ ചെയ്തു, പക്ഷേ എനിക്ക് കരുണ ലഭിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കിന്ന് പറയാൻ, ശരിക്കും പറയാനുള്ള അതേ ഉള്ളൂ. സീറോ മലബാർ സഭയുടെ കുർബാനയിൽ നമ്മളിങ്ങനെ വൈദികൻ പ്രാർത്ഥിക്കുന്നില്ലേ, ഈ പരിശുദ്ധൻ പാടുന്നതിന് ജീവനുള്ള ദൈവത്തിന്, സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകും. അതിന് ശേഷമുള്ള പ്രാർത്ഥനയൊക്കെ നിങ്ങൾ മുട്ടുകുത്തിയെന്ന് വായിക്കണം. കുർബാനയുടെ സമയത്തല്ല, മുട്ടുകുത്തിയെന്ന് അതൊക്കെ വായിച്ചു നോക്ക്. ഞാൻ അയോഗ്യനാണ്, എനിക്ക് യോഗ്യതയില്ല, പക്ഷേ ഇപ്പോൾ ഉടനെ അങ്ങ് എൻ്റെ ഉള്ളിലോട്ട് വരാൻ പോവാണ്. എൻ്റെ പാപങ്ങളുണ്ട്, എൻ്റെ കുറവുകളുണ്ട്, എൻ്റെ സങ്കടങ്ങളുണ്ട്, എൻ്റെ ഇരുട്ട് നിറഞ്ഞ അവസ്ഥയുണ്ട്, പക്ഷേ എനിക്ക് കരുണ ലഭിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമുക്ക് എല്ലാവർക്കും പറയാനുള്ള സാക്ഷിയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലേ? ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കുകളൊന്നും എടുത്താൽ, ദൈവമേ, വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതെല്ലാം അങ്ങ് കണക്കിൽ സൂക്ഷിച്ചാൽ മർത്യൻ ഇവിടെ ഉണ്ടാവില്ലെന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞൊന്നും ഓർമ്മയില്ല, ഒരു കുറച്ച് നാൾ മുമ്പ് അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞാണ്. നമുക്ക് സങ്കടം, എൻ്റെ അമ്മ കേട്ടോ, കുറച്ച് എന്നോട് പറഞ്ഞാണ്, അതായത് നമുക്ക് ചില സങ്കടങ്ങളും വേദനകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കർത്താവ് കുരിശേ കിടന്ന് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കും. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു. നമുക്ക് ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുമെന്ന് കരുതുന്നു. അമ്മ പറഞ്ഞു, നമ്മൾ ചെയ്തു കൂട്ടിയതൊക്കെ ഓർത്ത് നോക്കിയാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്നല്ല, ഇത്രയും ഞാൻ തല്ലിപ്പൊളിയായിട്ട് നടന്നിട്ടും എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ നീ കൈവിട്ടില്ല, അല്ലേ? നമുക്ക് ചിലപ്പോൾ ചോദിച്ചൊരു കാര്യം കിട്ടിയില്ല, നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം സംഭവിച്ചില്ല, നമ്മളിതിപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചു, അത് പോയി. ചങ്ക് പൊട്ടി നമ്മൾ ചോദിക്കുക, എന്തുകൊണ്ട് എന്നെ കൈവിട്ടു കർത്താവേ? ഞാൻ ഇത്രയും പള്ളി വന്നല്ലേ, പ്രാർത്ഥിച്ചല്ലേ, ജോമാലി അല്ലേ, വചനം വായിച്ചല്ലേ? ശരിക്കും ചിന്തിക്കേണ്ടത് എന്തോരം തല്ലിപ്പൊളിത്തരങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടി. എന്നിട്ട് ഇങ്ങനെ കർത്താവോട് ചോദിക്കണം, കർത്താവേ, നിന്റെ കരുണ എന്തുകൊണ്ട് എന്നെ നീ കൈവിട്ടില്ല? പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, പൗലോസ്ലീഹ പറയാണ്, ഞാൻ അതൊക്കെ ചെയ്തു, ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി, പക്ഷെ എനിക്ക് എന്ത് ലഭിച്ചു? കരുണ ലഭിച്ചു. നമുക്കിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾക്ക് എന്നാ ഈശോ തന്നേന്ന് ചോദിച്ചാൽ, ഒരു അക്രൈസ്തവൻ ചോദിക്കുകയാണ്, ഒരു അവിശ്വാസി ചോദിക്കുകയാണ്, ഒരു നിരീശ്വരവാദി ചോദിക്കുകയാണ്, പള്ളി പോകാത്ത ഒരാൾ, ക്രിസ്ത്യാനി എന്ന് നാമം മാത്രം ധരിച്ചിരിക്കുന്ന ഒരാൾ ചോദിക്കുക, നിങ്ങൾക്ക് ഈശോയെ കൂട്ടുപിടിച്ചിട്ട് എന്നാ കിട്ടി? വാട്ട് ജാക്ക് ഫ്രൂട്ട്? എന്നാ കിട്ടി പറ? വലിയ മുട്ടക്കാട്ടനൊരു വീട് ആണോ? ഒരു വലിയ വണ്ടി ആണോ? ചോദിച്ചാൽ ഈശോയെ മനസ്സിലാക്കിയ, വചനം മനസ്സിലാക്കിയ ഒരാൾക്ക്, ഒരൊന്നാം തരം ക്രിസ്ത്യാനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, എനിക്ക് കരുണ ലഭിച്ചു. ഞാൻ ഈശോയെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട്, ഞാൻ വചനം വിശ്വസിച്ചുകൊണ്ട്, ഞാനൊരു കുടുംബജീവിതം ഈശോയിൽ ആശ്രയിച്ച് നടന്നുകൊണ്ട്, ഞാൻ നന്മ ചെയ്ത് ജീവിച്ചതുകൊണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചുകൊണ്ട്, ഞാൻ വചനം പിടിച്ചതുകൊണ്ട്, ഞാൻ കുർബാന സ്വീകരിച്ചുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, എനിക്ക് കരുണ കിട്ടി, എനിക്ക് കരുണ ലഭിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണ്, 14-ാം വാക്യം. കർത്താവ്, കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. 14-ാം വാക്യം, കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. ആ കരുണ എങ്ങനെ ഒഴുകിയെന്ന് നോക്കിയാൽ മറ്റൊരു വാക്കുപയോഗിക്കുകയാണ്, കൃപ. അവിടുത്തെ കൃപ, കരുണ ലഭിച്ചത് കുമ്പസാരക്കൂട്ടിൽ വെച്ചൊരു കരുണ ലഭിക്കുകയാണ്. നീ ചെയ്തതെല്ലാം ഞാൻ മറന്നു കളയാണെന്ന് പറഞ്ഞ് ഈശോ കരുണ ചൊരിയാണ്. ഒപ്പം തന്നെ ഇനി മുമ്പോട്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു കൃപയും കൂടെ തരികയാണ്. കുമ്പസാരക്കൂട്ടിൽ വെച്ച് നിങ്ങൾക്ക് കരുണ മാത്രമല്ല കിട്ടുന്നത്, എന്നാ കിട്ടുന്നത്? കൃപ. ഇത്രയും കാലം ചെയ്തതിൻ്റെ പരിഹാരത്തിന് വേണ്ടി, ഇത്രയും കാലം ചെയ്തതെല്ലാം മറന്നു കളഞ്ഞ് ഈശോ കരുണ ചൊരിയുന്നു. ഇനി മുമ്പോട്ട് പോകാൻ വേണ്ടി ഒരു കൃപയും കൂടെ കർത്താവ് തരുന്നു. ഹി ഗിവ്സ് മേഴ്സി ആൻഡ് ഗ്രേസ്. നിന്റെ കഴിഞ്ഞ കാലത്തെ നോക്കി ഈശോ നിനക്കൊരു മേഴ്സി, ഒരു കരുണ തരുന്നു. നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി കർത്താവ് ഗ്രേസ്, കൃപ തരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അത് ഇച്ചിരി അല്ല, അതിങ്ങനെ എന്നാ 2 ദിവസത്തേക്ക് നോ. അവിടുത്തെ സ്നേഹത്തോടും അവിടെ നിന്നുള്ള വിശ്വാസത്തോടും കൂടെ അതെന്നിലേക്ക് കവിഞ്ഞൊഴുകി കിട്ടിയ കൃപ അത്രയാണ്. നമ്മൾ ചിലപ്പോൾ അത് ആ ഗ്ലാസ്സൊക്കെ കമിഴ്ത്തി കളഞ്ഞ് പിന്നെയും തല്ലിപ്പൊളത്തിലൊക്കെ കാണിക്കും. ഓടി ചെന്നേക്കണം ഈശോയുടെ അടുത്തേക്ക്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി കർത്താവെന്ന്, എനിക്ക് പിന്നെയും മണ്ടത്തരം പറ്റിപ്പോയി കർത്താവെന്ന് പറഞ്ഞു. എത്ര തവണ എത്ര ആ സാധ്യതകളുണ്ടാകും നമുക്ക് അറിഞ്ഞോളൂ. നമ്മളിതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോമ്പ് കാലത്താണ്, വലിയ നോമ്പിലാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തതിനെയൊക്കെ ഓർത്ത് ധ്യാനിക്കുകയാണ്.
എത്രയോ തവണ കൃപ തന്നു, എത്രയോ തവണ കരുണ കാണിച്ചു. പക്ഷെ ആ കരുണ വേസ്റ്റായി പോയോ? പൗലോസിലേക്ക് പറയുന്ന ആ ആത്മവിശ്വാസം നമുക്കുണ്ടോ? അവിടുന്ന് എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ ഒന്നുപോലും നിഷ്ഫലമായി പോയിട്ടില്ല. ഞാനിപ്പോൾ ജീവിക്കുന്ന അവിടുത്തെ കൃപയാലാണ്. പൗലോസിനോട് തന്നെ ഈശോ പറയുന്നുണ്ട്, ഈ കുറവിലേക്കൊന്നും നീ നോക്കണ്ട മോനെ, നിനക്ക് എൻ്റെ കൃപ മതി. ഇത് മനസ്സിലാവുന്നുണ്ടോ ഈ വചനങ്ങളൊക്കെ? നിനക്കെൻ്റെ കൃപ മതി. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ നമ്മളോട് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തേക്ക് നോക്കിയിരിക്കരുത്. കഴിഞ്ഞ കാലത്ത് ആ സങ്കടങ്ങളെ, കുറവുകളെ, വേദനകളെ, ഇന്ന് അനുഭവിച്ച കണ്ണുനീരുകളെ, ഇന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചത് നോക്കിയിരിക്കേണ്ട. കർത്താവ് ഒരു കരുണ ചൊരിയാണ്. ഇനി മുമ്പോട്ട് എന്താകുന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് പ്രകാശമായിട്ട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങൾക്കൊരു കൃപയും കൂടെ തരികയാണ് മുമ്പോട്ട് ജീവിക്കാൻ. എത്ര കാലമെന്നോ? ഇനി അടുത്ത ദിവസം എന്ത് ചെയ്യും? ഈ കടമുണ്ട്, ഇത്ര ദിവസങ്ങളിൽ ഈ പൈസ കൊടുത്തു തീർക്കണം, കൊച്ചിൻ്റെ പഠിത്തം, ഭാവി ജീവിതം, കുടുംബം, ദൈവമേ തീർക്കാൻ എന്തോരെ കാര്യങ്ങൾ. എന്നാ ചെയ്യും? തോറ്റു നിൽക്കുകയാണ്, ശക്തിയില്ല, കർത്താവ് ഇട്ടേച്ച് പോകാൻ തോന്നുന്നു. നിനക്ക് എൻ്റെ കൃപയുണ്ട്. ഈശോയിൽ വിശ്വസിക്കുന്നവർ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്ക്. കർത്താവിൻ്റെ കൃപയുണ്ട് നിങ്ങളുടെ കൂടെ, ഒരു ഗ്രേസ്. അത് അവിടുത്തെ സ്നേഹത്തോടും ഈശോയിലുള്ള വിശ്വാസത്തോടും കൂടെ നിങ്ങളുടെ കയ്യിലോട്ട് ഒരു ഗ്ലാസ്, ഒരു കുഞ്ഞു കപ്പിലല്ല തന്നേക്കുന്നത്, ജീവിതം മുഴുവൻ അനുഗ്രഹമാക്കുന്ന, കവിഞ്ഞൊഴുകുന്ന ഒരു കൃപ ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളത് വിശ്വസിക്കുന്നു അല്ലേ? വിശ്വസിക്കുന്നു. കർത്താവ് അവിടുത്തെ കൃപ മുഴുവനും നമ്മിലേക്ക് ചൊരിഞ്ഞിരിക്കുക. അടുത്ത വാക്യം വായിക്കണം, 15-ാം വാക്യം. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. പൗലോസിലെയാണ് പറഞ്ഞത്. മുമ്പേ നിങ്ങൾക്ക് സങ്കടമൊക്കെ മാറിയില്ലേ? അയ്യോ അച്ഛനെ കുറിച്ച് ഞങ്ങൾ എന്നാക്കിയാ വിചാരിച്ചെന്നറിയോ? നിങ്ങൾ എന്നാക്കിയാ വിചാരിച്ചെന്ന് എനിക്കറിയാം. പൗലോസിലെ പറഞ്ഞു, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ആ ഒന്നാമനായ എനിക്ക് എന്ത് കിട്ടി? കാരുണ്യം കിട്ടി. എനിക്ക് ഏറ്റവും ആവശ്യമായതുകൊണ്ട് അത്രയും കൂടുതൽ കാരുണ്യം ഈശോ എനിക്ക് തന്നു എന്ന് പൗലോസിലെ പറയാണ്. അടുത്ത വാക്യം കൂടെ ചേർന്ന് വായിച്ചേ. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. പൗലോസിലെ എടുത്ത് പറയാണ്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. അതിങ്ങനെ ചിലപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പറയില്ലേ, മറ്റേ ഈ സംഭവം എളിമ കൊണ്ട് ഞെളിഞ്ഞു കുത്തി നിന്ന് പറയുന്നതല്ല. അത് പൗലോസിലേക്ക് ഒരു ബോധ്യമുണ്ട്. ഈ കരുണ കിട്ടിയപ്പോൾ പൗലോസിലേക്ക് ബോധ്യം നിറയാണ്, ഞാൻ പാപിയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. നമ്മൾ ലൂക്കാ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, വല കീറുവോളം വള്ളം നിറയുവോളം മത്സ്യം കിട്ടിയ സമയത്ത് ചാകര വന്നേ മുതലാളി എന്ന് പറഞ്ഞ് പത്രോസ്ലിയ ഓടുകയായിരുന്നില്ല ചെയ്തത്. പത്രോസ്ലിയ അവിടെ ഈശോയുടെ മുമ്പേ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു പാപിയാണ്, എൻ്റെ അടുത്തുനിന്ന് പോണേ. കരുണ ലഭിച്ചവന്, കൃപ ലഭിച്ചവനുള്ള ആദ്യത്തെ ബോധ്യം ഇതാണ്, കർത്താവ് എന്നോട് ക്ഷമിച്ചു, എനിക്ക് കൃപ ലഭിച്ചു, ഞാനൊരു പാപിയാണെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് പോകണം. പരിശുദ്ധാത്മാവേ ഇത് ഏത് വഴിക്കാണോ പോണത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോ തരുന്ന ആ പ്രകാശത്തെക്കുറിച്ചാണ്. ആ പ്രകാശം നമുക്ക് ലഭിച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇങ്ങനെയാണ്, ഒന്നാമനായ എന്നിൽ, പാപികൾ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും പാപിയായി എനിക്ക് ഈ കരുണ ലഭിച്ചെങ്കിൽ പൗലോസിലെ പറയാണ്, നിങ്ങൾക്കും കരുണ ലഭിക്കും. എനിക്ക് കൃപ ലഭിച്ചെങ്കിൽ നിങ്ങൾക്കും കൃപ ലഭിക്കും. ഇത് പൗലോസിലെ തൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ വിളിച്ചതിനെ കുറിച്ചൊക്കെ പൗലോസിലെ ഇങ്ങനെ നമുക്ക് ഈ വചനത്തിലൂടെയൊക്കെ പറഞ്ഞു തരികയാണ്. പാപിയായ എനിക്ക് കൃപ നൽകി കർത്താവ് വിളിച്ചു. എന്തിന്? പ്രകാശമായ കർത്താവിനെ പോലെ ഞാനും ഈ ലോകത്തിൽ പ്രകാശമായിരിക്കാൻ. പൗലോസിലെ തന്നെ അത് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ ഈ തനിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ലോകത്തിന് മുമ്പിൽ പ്രകാശമായി തീരാൻ വേണ്ടി തന്നെയാണ് കർത്താവ് എന്നെ വിളിച്ചത്. ആ വചനഭാഗം ഒന്ന് എടുക്കാവോ? അപ്പോസ്തല പ്രവർത്തനം 26-ാമത്തെ അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പൗലോസിലെ പറയുന്നൊരു കാര്യമാണ്. ഈ 26-ാം അധ്യായം തന്നെ നമ്മൾ കുറേ തവണ ഏകദിനത്തിന് ധ്യാനിച്ചിട്ടുണ്ട് കേട്ടോ. അത് തീരുകയല്ല, അത്രയും ബ്യൂട്ടിഫുൾ ആണ് പൗലോസിലെ ആ ഒരു അധ്യായം, അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ അധ്യായം. ആക്സ് 26, അപ്പോസ്തല പ്രവർത്തനം 26-ാമത്തെ അധ്യായം, അതിൻ്റെ 18-ാമത്തെ വാക്യം, 17-ഉം 18-ഉം കൂടെ ഉറക്കെ വായിച്ചേ. നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതിയിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്നും ദൈവത്തിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവർക്കിടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. അതിനിടയ്ക്കൊരു വാക്യം ശ്രദ്ധിച്ചോ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവരെ നയിക്കാനാണ് ഞാൻ നിന്നെ വിട്ടേക്കുന്നത്. ഇതെല്ലാം പൗലോസ്ലേഖൻ ചേർന്ന് പറയാണ്, നമ്മുടെ എല്ലാം ദൗത്യം ഇതാണ്, ഈശോയെ പോലെ ലോകത്തിൽ പ്രകാശമായിട്ട് നിൽക്കുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോയെ പോലെ ആയിത്തീരുക. അപ്പം നിങ്ങൾ എവിടം വരെയൊക്കെ എത്തി? ഈശോയെ പോലെ ആയിത്തീരുന്നതിൽ പണ്ട് ഞാൻ ഒരു ക്ലാസ് എടുത്തുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്, പിന്നീട് സമയം എടുത്ത് കണ്ടാൽ മതി. പൗലോസ്ലേഖ ഈശോയെ പോലെ ആയിത്തീർന്ന ഒരു 4 സ്റ്റേജ്
നല്ലതാണ്, ഇത് പിന്നീട് ധ്യാനിക്കുന്നത് നല്ലതാണ്. എവിടം വരെ എത്തി നമ്മൾ? മിന്നാമിനുങ്ങ, സോളാർ ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ്, ട്യൂബ് ലൈറ്റ്, ഏത് ലൈറ്റായി? ഇങ്ങനെ മിന്നാമിനിങ്ങനെ പോലെയൊക്കെ നിൽക്കുകയാണോ? അല്ല, നമ്മൾ പ്രകാശമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന് നിവർന്നിരുന്നേ. പറയാൻ പോകുന്ന കാര്യം എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയില്ല, പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതായത് ഈശോയെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും, ശരിയാണോ? വചനം സ്വീകരിക്കുന്നുണ്ട്, വചനത്തെ സ്നേഹിക്കുന്നുണ്ട്, കൂദാശകളോട് നിങ്ങൾ ചേർന്നിരിക്കുകയാണ്, സഭയോട് ചേർന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം ഇത് ക്രിസ്ത്യാനികൾ മാത്രമായിട്ടുള്ളവർക്കല്ല, ആർക്കും ഈശോയെ സ്നേഹിക്കാം, ശരിയാണോ? ഈശോയെ ഇഷ്ടമുള്ള ഒത്തിരി അക്രൈസ്തവരുണ്ട്, ഒത്തിരി അക്രൈസ്തവർ. ഈവൻ നിരീശ്വരവാദികൾ ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും ആള് കൊള്ളാം എന്ന് പറയുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്, നിരീശ്വരവാദികളുണ്ട്. ഈശോ പറഞ്ഞ വാക്യങ്ങളെ എടുത്തുദ്ധരിക്കുന്ന വലിയ പ്രഭാഷകരുണ്ട്. അവർ ദൈവവിശ്വാസം തീരെ ഉണ്ടാവില്ല, ചിലപ്പോൾ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. പക്ഷേ ഈശോയുടെ ഈ മഹത് വചനങ്ങൾ, ആ വചനങ്ങൾ, വാക്കുകൾ എടുത്ത് പറയുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ ആദരിക്കാൻ നിങ്ങൾ ക്രിസ്ത്യാനി ആവണമെന്നില്ല, ആർക്കും സ്വീകരിക്കാം. ഇപ്പം നിങ്ങൾ മഹത് വ്യക്തികളുടെ കൊട്ടേഷൻസൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിലൊക്കെ എഴുതിയിടും അല്ലേ? നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ സേവ് ചെയ്ത് വെക്കും. ഇതുപോലെ ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ ഒന്ന് ആദരിക്കാൻ വേണ്ടി നിങ്ങൾ ക്രിസ്ത്യാനി ആവണമെന്നില്ല. നിങ്ങൾക്ക് ഈശോയുടെ പുറകെ നടക്കാം. അപ്പം ഇതൊന്നും ഒരു സ്റ്റേജിൽ നിങ്ങൾ എവിടം വരെ എത്തിയെന്ന് അറിയണമെങ്കിൽ, ഒന്ന്, വളരെ അറിയപ്പെടുന്ന ഒരാൾ, ശ്രദ്ധിച്ചിരിക്കണം, വളരെ അറിയപ്പെടുന്ന ഒരാൾ, ആ ആൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആളുടെ ജീവിതശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആളുടെ പെരുമാറ്റ രീതികൾ, അയാളുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ട് നിങ്ങൾ അയാളുടെ പുറകെ നടക്കാൻ, നിങ്ങൾക്ക് ഇയാളെ ഫോളോ ചെയ്യാം. എൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് നിങ്ങൾ അയാളുടെ ഫാനായി തീരുക. കേട്ടില്ലേ ഈ വാക്ക്? ഇപ്പോൾ ഒരു സിനിമാ നടൻ, ഒരു സിനിമാ നടി, ഒരു പാട്ടുകാരി, ഒരു സ്പോർട്സ് താരം, നിങ്ങൾക്ക് അയാളെ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, ആകെ സ്ക്രീനിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക, പത്രങ്ങളിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ അയാളെക്കുറിച്ച് കേൾക്കുന്നു, ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്നു, വായിക്കുന്നു, അയാളെക്കുറിച്ച് വീഡിയോസ് കാണുന്നു, അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നു. ഒരു എക്സാമ്പിൾ, ഒരാളെ, ഒരു സിനിമാ നടനെ, ഒരു സിനിമാ നടി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരിക്കലും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, അയാളുടെ എല്ലാ സിനിമകളും നിങ്ങൾ കാണും. അയാൾ അഭിനയിച്ച സിനിമകളുടെ ക്ലിപ്പുകൾ നിങ്ങൾ ചിലപ്പം ഇൻസ്പയർഡ് ആയിട്ട് സൂക്ഷിച്ചു വെക്കും. നിങ്ങൾ ആ സിനിമാ നടൻ്റെ, സിനിമാ നടിയുടെ ഫാനാണ്. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മനസ്സിലാവുന്നുണ്ടോ? ആ സിനിമാ നടനെ ഓർക്കണ്ടെങ്കിൽ പോരെ. ഈശോയുടെ ഫാൻസ് ഉണ്ട്. നല്ല ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇത് കേട്ടോണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ലെവലിൽ എത്തിയെന്ന് കൃത്യമായിട്ട് അറിയണം. ഈ ഫാൻ സ്വർഗത്തിലെത്തത്തില്ല, ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കത്തുള്ളൂ, ഫാൻ സ്വർഗത്തിലെത്തത്തില്ല. നല്ലപോലെ ഇത് മനസ്സിലാക്കും. ഈശോയെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ഈശോ ജീവിച്ച രീതികൾ ഇഷ്ടപ്പെട്ടു, ഞാൻ ഈശോയുടെ ഫാനാണ്, ആരാധകൻ. മമ്മൂട്ടിയുടെ ആരാധകൻ, മോഹൻലാലിൻ്റെ ആരാധകൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയാറില്ലേ? ഇല്ലേ? നിങ്ങൾ ഈ ഇച്ചിരി കപടാത്മീയതയായിട്ടിരിക്കേണ്ട, തലയൊന്ന് ആട്ടിക്കോ. ഇത് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സിനിമയുടെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ അൾത്താരയിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതെ മനുഷ്യരാവൂ, നോർമലായിട്ടൊക്കെ, എന്നിട്ട് നമുക്ക് ഇച്ചിരി അഭിനയിക്കാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും. മമ്മൂട്ടി ഫാൻസ് ഉണ്ട്, മോഹൻലാൽ ഫാൻസ് ഉണ്ട്. ഇവരുടെ പകുതി അധികം പേരും മമ്മൂട്ടിയോ മോഹൻലാലിനോ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എല്ലാ സിനിമയും പോയി കാണും. എന്തുകൊണ്ടാണ്? ഇയാളുടെ രീതി ഇഷ്ടമാണ്, ഇയാൾ പറഞ്ഞ ഡയലോഗുകൾ ഇഷ്ടമാണ്. നമ്മൾ അയാളെ എന്ത് വിളിക്കും? മോഹൻലാലിൻ്റെ ഫാൻ, മമ്മൂട്ടിയുടെ ഫാൻ. എന്തേലും മമ്മൂട്ടി മോഹൻലാൽ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും പരാതി ഉണ്ടോ? എന്നാലും ഒരു പരാതിയില്ല. പക്ഷേ നമുക്കൊരു ഉപകാരം ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ ഒരു ആനന്ദത്തിന് വേണ്ടി, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവരുടെ എല്ലാ സിനിമകളും കാണും, എല്ലാം കാണും, ആരാധകർ കാണും. ഈശോ ഇങ്ങനെ ആരാധകരായവരുണ്ട്. നമ്മൾ ഈ അഡോറേഷൻ, കുർബാനയിൽ ആരാധകനെ കുറിച്ചല്ല പറയുന്നത്. ആൾ വലിയ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടും, ഇദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ടും, ഇദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയൊക്കെ സൂപ്പർ ആയതുകൊണ്ടും ഞാൻ ആ ആളുടെ ഫാനായിട്ട് തീരുന്നു. പല ക്രിസ്ത്യാനികൾക്കും പറ്റിയൊരബദ്ധം, ദേ ബിക്കേം ക്രിസ്ത്യൻസ് ആസ് ഫാൻസ്. ഈശോയുടെ ആരാധകർ ചുമ്മാ ഫോളോ, ഇങ്ങനെ ഫാൻസായിട്ട് പുറകെ നടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അടുത്ത ലെവലും കൂടെ പിടികിട്ടും. രണ്ടാമത്തെ ഒരു സ്റ്റേജാണ്, ഈ ഫാൻ വളർന്ന് ഫോളോവറായിട്ട് മാറും. ഈ ആരാധകൻ മാറി പിൻഗാമിയായിട്ട് മാറും, അനുയായിയായിട്ട് മാറും. അതിനെ നമ്മൾ വിളിക്കുക ക്രിസ്ത്യാനി ആകുന്നു. മാമോദീസായിൽ കുഞ്ഞുപ്രായത്തിൽ മാമോദീസ മുങ്ങി ക്രിസ്ത്യാനി ആവുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഈശോയെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു, കൂദാശകൾ അറിഞ്ഞു, സഭയെ നന്നായിട്ട് അറിഞ്ഞു. എന്നാൽ പിന്നെ ഈ സഭയെ
ഈ മത ചട്ടക്കൂടുകളെ, ഈ മതത്തിൻ്റെ നിയമങ്ങളെയൊക്കെ അനുസരിച്ചേക്കാം എന്ന് തീരുമാനിച്ച് അയാൾ ആ മതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു, ഈശോയുടെ അനുയായിയായിട്ട് മാറുന്നു, ക്രിസ്ത്യാനിയായിട്ട് മാറുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഫാൻസ് ആണോ ഫോളോവേഴ്സ് ആണോ? അതായത് ഈ ആരാധനയോടെ കാണുന്ന ആൾക്കാരാണോ അതോ അനുയായികളാണോ എന്ന്? അനുയായികളാണ് അല്ലേ? ഇഷ്ടമാണ്, പക്ഷേ ഇഷ്ടം മാത്രമല്ല, ഈശോയെ ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഈശോ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യാം. കൽപ്പനകൾ അറിഞ്ഞു എന്ന് മാത്രമല്ല, ഈ കൽപ്പനകൾ അനുസരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫാൻ അല്ല, ഫോളോവർ. ആരാധകനല്ല, എന്തായി മാറി? അനുയായി മാറി. യു ആർ ക്രിസ്ത്യൻ. ഈശോ ആവശ്യപ്പെടുന്നത് ഇതുപോലും അല്ല. അവിടെയാണ് ഈ പ്രശ്നം നിൽക്കുന്നത്. ഈ ഫാനും ഫോളോവറും ഒക്കെ ഇവിടെ വരെ നിൽക്കും. മുകളിലോട്ട് കയറി ചെല്ലണമെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് എത്തണം. അതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ശിഷ്യരായിത്തീരുക. ഉറക്കെ പറയാം, എന്തായിത്തീരുക? ശിഷ്യരായിത്തീരുക. ബിക്കം ഡിസൈപ്പിൾ, നോട്ട് ഫാൻ, നോട്ട് ഫോളോവർ, ബിക്കം എ ഡിസൈപ്പിൾ. ഈ ഫാനായിട്ട്, ആരാധകനായിട്ട് ഒതുങ്ങിക്കൂടരുത്. ഇഷ്ടപ്പെട്ടു, അടിപൊളി എന്ന് പറഞ്ഞിരിക്കരുത്. ഫോളോവറായിട്ട്, ഒരു ക്രിസ്ത്യാനിയായിട്ട് ചില നിയമങ്ങളൊക്കെ അനുസരിച്ച് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇനി ഇറങ്ങിപ്പോയ ആരെങ്കിലും എന്നാ വിചാരിക്കുമെന്ന് ഓർത്ത്, പള്ളി പോയില്ലേ ആരെങ്കിലും എന്നാ പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഫോളോവറായിട്ട് നിൽക്കാനല്ല, ഒരു ക്രിസ്ത്യാനിയായിട്ട് നിൽക്കാനല്ല. അതിൻ്റെ അടുത്ത ലെവൽ ഈ ക്രിസ്ത്യാനി ഒരു ശിഷ്യനായിട്ട് മാറണം, ഡിസൈപ്പിളായിട്ട് മാറണം. പറഞ്ഞേ ഹല്ലേലൂയ. വലതുവഴത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവണുണ്ടാവാ? ദൈവമേ, ഇവർക്ക് ഒത്തിരി കുറവുകളുണ്ട്, പക്ഷെ നിൻ്റെ കൃപ മതി അല്ലേ? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും കുറവുകളുണ്ട്, പക്ഷെ എന്ത് മതി? ഇതും മനസ്സിലാക്കാൻ എന്ത് വേണം? കൃപ വേണം. ഇതിപ്പോൾ പറഞ്ഞു തരുമ്പം അത് പറഞ്ഞ് കുറച്ചുകൂടെ നന്നായിട്ട് ഫലിപ്പിക്കാൻ വേറെ ആരെയും കൊണ്ടൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ അത് ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നിൻസച്ചാ ഈശോയുടെ കൃപ മതി. പറഞ്ഞേ ഹല്ലേലൂയ. വലതുവഴത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങളൊന്ന് വീശി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പറ, നിങ്ങൾ ഫാൻസ് അല്ല, ഈശോയുടെ ഫാൻസ് അല്ല. അടുത്ത ലെവൽ ഫോളോവേഴ്സ്, ക്രിസ്ത്യാനികളാണ്, വെറും ഫോളോവർ അല്ല. എവിടെ എത്തണം? ശിഷ്യരായിരിക്കണം. ഈ ശിഷ്യനെ വെട്ടമാകാൻ പറ്റുള്ളൂ, വെളിച്ചമാകാൻ പറ്റുള്ളൂ. അതെന്താ കാര്യം എന്നറിയോ? ഫാൻ്റെ ലക്ഷ്യം എന്താണ്? ഈ സൂപ്പർ ഹീറോ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക. ഫോളോവർ എന്താണ്? കുറച്ചുകൂടെ കട്ടിയാണ്, കുറച്ച് നിയമങ്ങളൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ നിൽക്കുന്നു, പിടിച്ചു നിൽക്കുന്നു. ശിഷ്യൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല. ശിഷ്യൻ്റെ ലക്ഷ്യം, ശ്രദ്ധിച്ചിരിക്കുക, ശിഷ്യൻ്റെ ലക്ഷ്യം ഗുരുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ഈശോ ആദ്യത്തെ അപ്പസ്തോലന്മാരെ, ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരെ വിളിച്ചു കൂട്ടുന്നതിനെക്കുറിച്ച് സുവിശേഷകന്മാർ സാക്ഷ്യപ്പെടുന്നത് എങ്ങനെയാണ്? തൻ്റെ കൂടെ ആയിരിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനും. സോ ശിഷ്യൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്താ? ഈ ഗുരുവിൻ്റെ കൂടെ ആയി ഗുരുവിനെ പോലായിത്തീരുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാമോദീസാജലം ശിരസിൽ വീണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫാൻസ് ആവാനാണോ? ഫോളോവേഴ്സ് ആവാനാണോ? ശിഷ്യരാവാനാണോ? ശിഷ്യരാവാൻ എന്ന് വെച്ചാൽ ഈശോയെ പോലെ ആയിത്തീരാൻ. ഇപ്പം നിങ്ങൾക്ക് കണക്ഷൻ കിട്ടിയോ? നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ ഈശോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ ഈശോ, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകണം, നിങ്ങൾ എന്നെപ്പോലെ ആയിത്തീരണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ മനസ്സിലാകണം. നമ്മൾ മുമ്പേ പറഞ്ഞു, പൗലോസ്ലീഹ കുറവുകളെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ കൃപ അതിലേറെ വർദ്ധിച്ചു എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് ഇവിടെ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. പൗലോസ്ലീഹയുടെ വാക്കുകളെല്ലാം കടമെടുത്ത് പരിശുദ്ധാത്മാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോയെ സ്വീകരിച്ച ഞാൻ, ഈശോയെ വിശ്വസിച്ച ഞാൻ, ഈ സഭയുടെ ഭാഗമായി നിൽക്കുന്ന ഞാൻ, വചനം പ്രഘോഷിക്കുന്ന, വചനം കേൾക്കുന്ന, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ ഈശോയുടെ ഫാൻസോ ഫോളോവേഴ്സോ ആയി ഒതുങ്ങുകയല്ല, ഈശോയെ പോലെ ആയിത്തീരുക. ശിഷ്യൻ്റെ ലക്ഷ്യം അതാണ്, ഗുരുവിനെ പോലെ ആയിത്തീരുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ശിഷ്യരായിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഈശോ പറഞ്ഞേ? നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കുകയും എൻ്റെ സ്നേഹമൊക്കെ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായിത്തീരും. എന്ന് വെച്ചാൽ ഈശോയെ ഉള്ളിൽ സ്വീകരിച്ച്, വചനം സ്വീകരിച്ച്, ആ സ്നേഹത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ആരെപ്പോലെ ആയിത്തീരും? ഈശോയെ പോലെ ആയിത്തീരും. എന്നാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനൊരു വലിയ ലക്ഷ്യം അവിടെ നിൽക്കുമ്പോൾ തിന്മ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വലിയ പ്രലോഭനമാണ് നമ്മുടെ ഈ സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്കൊക്കെ നോക്കിയിരുന്ന് പരാതിപ്പെടുക എന്നുള്ളത്. ഈ സങ്കടമില്ലെന്നോ, വേദനയില്ലെന്നോ, കടബാധ്യത ഇല്ലെന്നോ അല്ല, ഇതൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഈ സഹനത്തെ, ഈ വേദനയെ പിശാച് ഒരു ആയുധമാക്കി മാറ്റും. ഈ ലക്ഷ്യം മാറ്റിക്കളയും. ഈ വേദനയെ നിന്നുകൊണ്ടും, ഈ കടത്തിൽ നിന്നുകൊണ്ടും, ഈ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ടും, ഈ ചതിക്കപ്പെട്ട് നിന്നുകൊണ്ടും നിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പ്രകാശമായി തീരുക എന്നുള്ളതാണ്. ഈശോയുടെ ശിഷ്യരായി അപ്പോഴും ജീവിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തെ ഇങ്ങനെ മറച്ചു പിടിക്കും പിശാച്. എന്നിട്ട് ഇങ്ങനെ നോട്ടം കൊണ്ടുപോകും. നോക്കിയേ, നീ ഫോളോവറായിട്ട്, നീ ഫാനായിട്ട്, നീ വലിയ ശിഷ്യനാവാൻ ശ്രമിച്ചിട്ട്
കടം, രോഗം, ബുദ്ധിമുട്ട്, വീട്ടിലെ പ്രശ്നം, അത്തലോട്ട് തന്നെ നമ്മൾ നോക്കിയിരുന്ന് വലിയ ലക്ഷ്യം മറന്നുപോകും. കിട്ടുന്നുണ്ടോ? പിശാചിൻ്റെ ആ ആക്രമണത്തെ, ആ പ്രലോഭനത്തെ നമ്മൾ ചെറുക്കണമെങ്കിൽ ഈ കുറവുകളിലേക്കല്ല നോക്കുന്നത്, വരുന്ന കൃപയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. നീ ഇതൊക്കെ ചെയ്തില്ലേ, നീ ഇതൊക്കെ ചെയ്തില്ലേ, നീ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന പിശാചിൻ്റെ സ്വരത്തിനല്ല നമ്മൾ കാതോർക്കേണ്ടത്. ഞാനതൊക്കെ ചെയ്തെങ്കിലും പിശാചേ, ഈ ലോകത്തിലുള്ള പാപികളിൽ ഒന്നാമനായി എനിക്ക് എന്ത് ലഭിച്ചു? കരുണ ലഭിച്ചു, കൃപ ലഭിച്ചു. അവിടുത്തെ സ്നേഹത്തോടൊപ്പം വിശ്വാസത്തോടൊപ്പം ആ കൃപ, ആ കരുണ എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അങ്ങനെ പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനെ തോൽപ്പിക്കാൻ തിന്മയുടെ ശക്തികൾക്കോ നരകത്തിൻ്റെ കോട്ടകൾക്കോ അന്ധകാരത്തിൻ്റെ പിടുത്തങ്ങൾക്കോ സാധിക്കില്ല. അവനെ നയിക്കാൻ പോകുന്നത് ഉള്ളിലുള്ള ഈശോയായിരിക്കും. അവനെ നോക്കിയാൽ ഈശോ എന്ന്, അവളെ നോക്കിയാൽ ഈശോ എന്ന് ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിന് പറഞ്ഞേ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ബോധ്യം കിട്ടിയ ഒരു 10 പേരുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ ഇരുട്ട്, തിന്മ തന്ന ഇരുട്ട്, ലഹരി കൊണ്ടുവച്ച ഇരുട്ട്, കൊലപാതകങ്ങൾ, ഈ തെറ്റുകളെല്ലാം കൊണ്ടുവച്ച ഈ ഇരുട്ടിനെ മാറ്റാൻ ഒരു 10 എണ്ണത്തിനെ കൊണ്ട് പറ്റും. ഈശോയെ ഈ പ്രകാശമായിട്ട് സ്വീകരിച്ചവർക്ക്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ വാർത്തകളെല്ലാം നോക്കി, ഈ സങ്കടങ്ങളെയൊക്കെ നോക്കി നമ്മളിങ്ങനെ, കർത്താവ് ഇതെന്നാ പറ്റി ഈ നാടിന്, ഇതെന്ത് പറ്റി ഈ കുടുംബങ്ങൾക്ക്, ഇതെന്ത് പറ്റി നമ്മുടെ ചെറുപ്പക്കാർക്ക്, ഇതെന്ത് പറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിതപിച്ച് പരാതി പറഞ്ഞ് പല്ല് കടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ലക്ഷ്യമുണ്ട്, ഈ സങ്കടങ്ങൾ ഈ ലോകത്തിൽ വർദ്ധിക്കുമ്പോൾ, ഈ തിന്മ ഇത്രയും പെരുകുമ്പോൾ, വാട്ട് ആർ യു ഡൂയിങ്? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ പ്രകാശമായി ഈശോയെ സ്വീകരിച്ച നീ എന്നെ ചെയ്യുന്നത്? നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ചുറ്റും നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ നമ്മുടെ നാടിന് വന്നൊരു മാറ്റം, നമ്മുടെ കുടുംബങ്ങൾക്ക്, കുടുംബ ബന്ധങ്ങൾക്ക് വന്ന മാറ്റം, റിലേഷൻഷിപ്പുകളൊക്കെ വെറുതെ സിറ്റുവേഷൻഷിപ്പോ, വെറുതെ ടൈം പാസുകളോ, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ എല്ലാ സ്നേഹബന്ധങ്ങളും ഒരു എൻ്റർടൈൻമെൻറ്റുകൾ മാത്രമായിട്ട് അധപതിച്ച ഒരു കാലത്ത് ആ ഇരുട്ടിനെ പഴി പറഞ്ഞ്, ആ ഇരുട്ടെന്താ ഇങ്ങനെ, ഇതെന്താ ഈ നാട് ഇങ്ങനെ ആയിപ്പോയെ, ഈ ആൾക്കാരെന്നെ ഇങ്ങനെ ആയിപ്പോയെ, ഈ വൈദികരെന്ന, ഈ സന്യസ്തരെന്ന, ഈ മിത്രന്മാരെങ്ങനെ, ഈ ക്രിസ്ത്യാനികളെന്നെ ഇങ്ങനെ, ഈ സഭ എന്താ ഇങ്ങനെ? ഇരുട്ട് നിറഞ്ഞൊരു ലോകത്തിന് പ്രകാശമാകാൻ വേണ്ടി വിളിച്ച നീ, വാട്ട് വെർ യു ഡൂയിങ്? നീ എന്നാ ചെയ്യുമായിരുന്നു? എൻ്റെ വീട്ടിൽ കുഴപ്പമില്ല, അപ്പുറത്തെ വീട്ടിൽ കുഴപ്പമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ആശ്വസിച്ചിരുന്നു. അപ്പുറത്തെ വീട്ടിൽ കുഴപ്പം വന്നെങ്കിൽ നിന്റെ വീട്ടിലോട്ടുള്ള ദൂരം അധികമല്ല ആ കുഴപ്പത്തിന് ഇങ്ങോട്ട് വരാൻ. കാരണം ആ വീട്ടിൽ ഇരുട്ടുണ്ടാക്കിയ ഒരു പിശാചിന് നിന്റെ വീട്ടിലോട്ട് കയറി വരാൻ നിന്റെ പെർമിഷൻ ആവശ്യമില്ല. നീ പ്രകാശമായിട്ട് അവിടെ നിന്നില്ലെങ്കിൽ, നിത്യപ്രകാശമായ ഈശോയെ നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ നീ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ, ആ ഇരുട്ട് നിന്റെ വീട്ടിലും നിന്റെ ജീവിതത്തിലും കയറി വരാം. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സോ ദാറ്റ്സ് എ ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റി. ഒരു ക്രിസ്തീയ ധാർമ്മിക ഉത്തരവാദിത്വമാണ് പ്രകാശമായിട്ട് നിൽക്കുക. ലോകത്തിൻ്റെ ഇരുട്ടുകളെ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ശപിച്ച് തള്ളാൻ എളുപ്പമാണ്. മനുഷ്യരെല്ലാം വഴിതെറ്റിപ്പോയി, നന്മ പോയി, മൊറാലിറ്റി പോയി. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ പ്രകാശമായ മതിയാവുള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 17 പൗലോസിനെ പിടിക്കാൻ ജാസന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറിയ ഒരു സംഘം പറയുന്നുണ്ട് ക്രിസ്തു ശിഷ്യരെ കുറിച്ച്, ഇതാ ലോകത്തെ തലകീഴ് മറിച്ച മനുഷ്യർ ഇവിടെയും എത്തിക്കഴിഞ്ഞു. അന്നത്തെ ക്രിസ്ത്യാനിയെ കണ്ടിട്ട്, അന്നത്തെ അപ്പസ്തോലരെ കണ്ടിട്ട്, അന്നത്തെ ദൈവവിശ്വാസികളെ കണ്ടിട്ട് ശത്രുക്കൾ പറഞ്ഞാണ്, ഇതാ ലോകത്തെ തലകീഴ് മറിച്ച മനുഷ്യർ ഇവിടെ എത്തിയെന്ന്. എന്നാൽ നമ്മളെ നോക്കിയിട്ട് തലകീഴ് മറിച്ചവരെന്നല്ല, തലകീഴ് മറിഞ്ഞൊരു ലോകത്തെ അതിനനുസരിച്ച് നീന്തുന്ന കുറേ വിശ്വാസികൾ എന്ന് പറഞ്ഞ് നമ്മളെ ചിലപ്പോൾ അധിക്ഷേപിച്ചേക്കാം. ആ അധിക്ഷേപം നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് തന്നെ എടുത്ത് തിരുത്തി മുമ്പോട്ട് പോകണം. അതിനെ തിരുത്തി മുമ്പോട്ട് പോകണം. ലോകത്തിൽ പ്രകാശമാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പൗലോസ് ശ്ലീഹായിലൂടെ ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ബോധ്യം ഇതാണ്: ലോകത്തിൽ പ്രകാശമാവുക, നമ്മുടെ ഇരുട്ടുകളിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക് നോക്കിയിരിക്കാതെ കർത്താവ് ചൊരിയുന്ന കൃപ, അവിടുത്തെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ നമ്മിലേക്ക് കവിഞ്ഞൊഴുകുന്ന കരുണയെ നന്നായിട്ട് മനസ്സിലാക്കി ഇരുട്ട് നിറഞ്ഞൊരു ലോകത്തിൽ പ്രകാശമായിട്ട് മാറുക. നമ്മുടെ കുറവുകളെല്ലാം തികത്തി അതിലെല്ലാം മാറ്റിയിട്ടല്ല നമ്മൾ പ്രകാശമാകുന്നത്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതൊരു ദൗത്യം തന്നേക്കാണ്. ഒരുപാട് മക്കളെ ഇരുട്ടിലായിപ്പോയവരെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. നിങ്ങളുടെ വീട്ടിൻ്റെ ഇരുട്ടിനെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇരുട്ട്, സമൂഹത്തിൽ ഇരുട്ട്, അതിൽ നിന്നെല്ലാം അവരെയൊക്കെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഈശോയെപ്പോലെ ഈ ലോകത്തിൽ പ്രകാശമായിട്ട് നിൽക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളൊന്ന് അടച്ച്, ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങൾ, ഞങ്ങളുടെ ദേശം, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ, ഞങ്ങൾ ജോലി ചെയ്യുന്ന പഠിക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ഒരു പ്രകാശമായി അങ്ങ് ഞങ്ങളെ നിയോഗിക്കണമേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹാലലുയ്യ, ഈശോയെ ആരാധന, 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 ആരാധന. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന.